എന്തിനാ മക്കളെ കുറച്ച് ചിക്കനും കോഴിയൊക്കെ ഈ നിലക്ക് കറി ഉണ്ടാക്കിയാലേ ആരാ കൂട്ടാതിരിക്കുക. നമ്മളെ കത്തിരിക്ക വെച്ചിട്ടുള്ള നല്ല അടിപൊളി പുളിക്കറിയാണ് കേട്ടോ. കഴിക്കാൻ ചോറിൻ്റെ ഒപ്പം ഇത് തന്നെ ധാരാളം. അത്രക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി. ചോറിന് മാത്രമല്ല, ദോശക്കും ഇഡ്ഡലിക്കും അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. അങ്ങനത്തെ നല്ലൊരു കറിയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഒരുപാട് പണിയൊന്നുമില്ല. നമ്മൾ ഈ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. കാരണം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും, പണിയൊട്ടില്ലേനും അങ്ങനെ പറയാം. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 മണി കടുക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരു സവോള കൊത്തി അരിഞ്ഞതാണ്. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായി ഒന്നങ്ങോട്ട് വഴറ്റിയതിൻ്റെ ശേഷം ഒരു കൈപ്പിടിക്ക് അളവിൽ വെളുത്തുള്ളി എടുക്കണം കേട്ടോ. അങ്ങനെ ആ വെളുത്തുള്ളിനെ നടുകീറിയിട്ടുണ്ട്. എന്നാലാണ് നമ്മളിത് കഴിക്കുന്ന സമയത്ത് വെളുത്തുള്ളിയൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ വെളുത്തുള്ളി അങ്ങോട്ട് വഴന്നതിന് ശേഷം ഇതേ കറിവേപ്പില 3-4 എണ്ണം ചെടിയിൽ നിന്ന് പറിച്ചതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ തണ്ട് ഊരിയിട്ട് ഇടണവർക്ക് അങ്ങനെയും ഇടൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ തണ്ടോടുക്കനെ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമ്മളങ്ങോട്ട് ഇളക്കിയിട്ട് വരുമ്പോഴേ ആ തണ്ട് തനിയെ കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടെടുത്ത് കളയല്ലേ വേണ്ടുള്ളൂ. അങ്ങനെ ഇതേ കുറച്ച് തക്കാളി എന്ന് പറഞ്ഞാൽ 3 ചെറിയ തക്കാളിയാണ്. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതേ നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആദ്യം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മൂടി വെച്ചിട്ടേ ഒരു 3-4 മിനിറ്റ് മൂടി വെച്ചിട്ട് ആകുമ്പോൾ തക്കാളി അങ്ങോട്ട് ഉടഞ്ഞേക്കണ്. ഇനി നമുക്ക് മുളക് പൊടിയും എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി നമുക്ക് ആ പച്ചമണമൊക്കെ പോകുകയുള്ളൂ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതേ നന്നായി അങ്ങോട്ട് ഇളക്കിയതിൻ്റെ ശേഷം നമ്മളിത് കഴുകി നന്നായി വൃത്തിയാക്കി കഴുകിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളെ കത്തിരിക്കയാണിത്. അപ്പോൾ കത്തിരിക്ക, വഴുതിരിങ്ങ അങ്ങനെ പല സ്ഥലത്തും പല പേരാണ്. അങ്ങനെ ഇതേ അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചേർത്തതിന് ശേഷം നന്നായി അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്കിത് വേകാൻ ആവശ്യമുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് എന്തായാലും പോരാന്നുണ്ടാകും, കാരണം നേരത്തെ കുറച്ചാണല്ലോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നമുക്കിതൊന്ന് വേകാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്നതിൻ്റെ ഉള്ളിലേ നമുക്കിവിടെ കുറച്ച് പുളി ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒരു നെല്ലിക്കട വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വേകണതിൻ്റെ ഉള്ളിൽ അത് നമുക്ക് കുതിർന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് മൂടി തുറന്ന് നോക്കുമ്പോഴേ ഈ ഒരു ലെവലിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് പോരാ, നമ്മൾക്ക് ഈ വെള്ളം ഒക്കെ വറ്റി വരണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പുളിയുടെ വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടി അങ്ങോട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഈ സമയത്ത് എരിവില്ലാന്നുണ്ടെങ്കിൽ എരിവ് ചേർത്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഇത് വറ്റി കഴിഞ്ഞിട്ട് എരിവ് ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കത്തിരിക്ക വഴുതിരിങ്ങയൊക്കെ നന്നായി ഉടഞ്ഞിട്ടില്ല, എന്നാലും ഒരു പാകത്തിനുള്ള വേവായിട്ടുണ്ട്. അപ്പോൾ നന്നായി ഉടയേണ്ടവർക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഉടച്ചെടുക്കണമെന്നില്ല. അപ്പോൾ ഈ പാകത്തിനായപ്പോൾ തീ ഓഫാക്കുന്നുണ്ട്. അപ്പോൾ കത്തിരിക്ക വെന്തിട്ടും ഉണ്ട്, നമ്മൾ ചാറൊക്കെ കൊണ്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട കേട്ടോ, ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കാനും മറക്കരുത്.